ഹായ് ഫ്രണ്ട്സ്, കരാത്തെ ക്ലിക്കുൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഒരു എപ്പിസോഡാണ്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന എപ്പിസോഡ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന് പറയുന്നിടത്ത് വെച്ചാണ് തീർന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ സുധീഷ് പറയുകയാണ്, ആ ഗുണ്ടയെ കാണിച്ചിട്ട് പറയുകയാണ്, ഇയാളാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. ഇയാളുടെ കൂടെ കുറച്ച് പേര് കൂടി ഉണ്ടായിരുന്നു. അതിൽ 2-3 പേര് ഓടിപ്പോയി, പക്ഷേ ഇയാളെ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പോഴത്തേക്കും നിധിയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര അഭിനയമാണ്. നീ എന്തിനാടാ എൻ്റെ മരുമോനെ തട്ടിക്കൊണ്ടുപോയത്, നീ ആരാടാ, നീ ആര് പറഞ്ഞിട്ടാടാ ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതിൽ ഷർട്ടിനൊക്കെ കുത്തിപ്പിടിച്ച് ഭയങ്കര ഹീറോയ്ക്കായിട്ട് അവിടെ അഭിനയിക്കുകയാണ്. അപ്പോഴത്തേക്കും അപ്പോൾ സുധീഷ് ഇങ്ങനെ പറയുകയാണ്, ആരാ തട്ടിക്കൊണ്ടുപോയെന്ന് അറിയണോ, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് സുധീഷ് പറയുകയാണ്, നിധിയുടെ അച്ഛനാണ് തട്ടിക്കൊണ്ടുപോയെന്ന് നിധിയോട് പറയുകയാണ്. അപ്പം നിധി ഇങ്ങനെ ഒരുപാട് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും എൻ്റെ അച്ഛനാണോ എന്നറിയാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ സുധീഷ് പറയുകയാണ്, ഇവരെന്നോട് ഇവരെന്നെ പണം തന്ന് വിട്ടപ്പോഴത്തേക്കും ആ ഒരു പോകേണ്ട ആ ഒരു ലൊക്കേഷൻ തന്നത്, ആ ലൊക്കേഷൻ തന്നെ ഇവർക്കും കൊടുത്തായിരുന്നു, ഈ ഗുണ്ടകൾക്കും കൊടുത്തായിരുന്നു. എന്നിട്ട് ഈ പുള്ളി ആ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന പോലെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവർ എൻ്റെ കയ്യിലെ പൈസ എടുത്തിട്ട് എൻ്റെ ആ വണ്ടിയിൽ തന്നെ കയറ്റി കൊണ്ടുപോയി ഇവരെന്നെ തട്ടിക്കൊണ്ട് പോയി എവിടെയോ പിടിച്ച് കെട്ടിയിട്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഉടനെ നിധിയുടെ അച്ഛൻ പറയുകയാണ്, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഭയങ്കര നിഷ്കളങ്കമായിട്ട് അഭിനയിക്കുക, എന്തൊരു അഭിനയമാണ് നമ്മൾ കാണുക, അതൊക്കെ ഭയങ്കര എന്തൊരു അഭിനയമാണെന്നറിയാമോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലേ, നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ 7 ദിവസത്തിനുള്ളിൽ ഞാൻ നിധീനെ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് തന്നെ നിർത്തും, ഇനി നിന്നിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിത്തിരിച്ചിങ്ങനെ നിൽക്കുവാണ് നിധി. അതായത് ഭയങ്കരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിധി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അച്ഛനിങ്ങനെ കാണിക്കുമെന്ന്. അതിൻ്റെ ഇടയിൽ സുഭാഷ് ഏട്ടൻ ഭയങ്കര മര്യാദയ്ക്ക് എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നതെന്നോ എന്തോ ചോദിക്കുമ്പോഴത്തേക്ക് ഹരീഷ് പറയുന്നുണ്ട്, ഇവരോടൊക്കെ ഇത്ര മര്യാദ കാണിക്കേണ്ട കാര്യമുണ്ടോ, നമ്മൾ ഇപ്പം ചെന്നില്ലായിരുന്നേ വേണമെങ്കിൽ നമ്മുടെ സുധീഷ് ഏട്ടൻ്റെ ബോഡി മാത്രമേ കിട്ടുകയുള്ളായിരുന്നു എന്നൊക്കെ ഹരീഷ് അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് നിധിക്ക്. അതേപോലെ തന്നെ അപ്പോൾ നിധി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്വന്തം അച്ഛൻ ഇങ്ങനെ കാണിച്ചു ഒരാളെ കൊല്ലാൻ വരെ നോക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം. അപ്പോഴത്തേക്കും പുള്ളിയാണ് ഭയങ്കര അഭിനയം. പുള്ളി പറയാണ്, ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല മോളെ, ഇവർ എന്നിൽ നിന്ന് നിന്നെ അകറ്റാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണെന്നൊക്കെ വരെ ഇങ്ങനെ പറയുകയാണ്. അതായത് ഇവരെ പറയുന്നൊന്നും സത്യമല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും പറ്റിക്കാറില്ല, ഞാനതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യുമോ, നിനക്ക് ഇവരെ എത്ര നാളായിട്ട് അറിയാം, എന്നെ എത്ര നാളായിട്ട്, നീ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ, അപ്പോൾ എന്നെ നിനക്ക് ഇത്രയും പോലും വിശ്വാസമില്ല, ഇവർ പറയുന്നതാണോ വിശ്വാസം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധിയോടെ ചോദിക്കുന്നുണ്ട്, സത്യം പറയാ ചാച്ചൻ അങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ പുള്ളി പറയുന്നുണ്ട്, ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിനുള്ള തെളിവ് എന്താണ് എന്നൊക്കെ വരെ പുള്ളി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹരീഷണ്ണ പറയേണ്ടത്, നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടത്, തെളിവാണ് ദേ നിൽക്കുന്ന ഗുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടയെ കൊണ്ട് തന്നെ ഗുണ്ട പറഞ്ഞ കാര്യങ്ങളെല്ലാം സുധീഷ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് അവർ 2 പേര് നമ്മൾ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ നിധിയുടെ അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും നത്തുനാണെങ്കിലും എല്ലാവരും ഒന്ന് ഭയങ്കരമായിട്ട് ചമ്മി നാറി നിൽക്കുന്ന ഒരു സീൻ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കാണാം. അത് കാണാൻ തന്നെ ഒരു രസമാണ്. പക്ഷേ നിധിയുടെ മുഖത്തോട് നോക്കുകയാണെങ്കിൽ നിധിക്ക് നന്നായിട്ട് വിഷമമായി. അതായത് സ്വന്തം അച്ഛൻ ഇങ്ങനെ കാണിച്ചു എന്നറിയുമ്പോഴത്തേക്ക് ആ പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട് അമ്മയോട്, നിധീനെ വിളിച്ചുകൊണ്ട് പൊക്കോ, ഞാനിത് ഹാൻഡിൽ ചെയ്യാം, അതായത് ഇവർ പറയുന്നതെല്ലാം കള്ളമാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, മോള് പൊക്കത്ത് ഇരുന്നോളാം പറയുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് നിധിയുടെ ചേട്ടനോട് പറയുന്നുണ്ട്, അരുൺ നിധിനെയും കൊണ്ട് പൊക്കത്ത് വരുന്നോ, ഞാനിത് ഡീൽ ചെയ്തോളാം. അപ്പോഴത്തേക്കും അരുണാണെങ്കിൽ ഇങ്ങനെ വന്ന് നിധിയുടെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, എന്നെ തൊട്ടു പോകരുത്, എനിക്കറിയണം ഇതിൽ സത്യം എന്താണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് വിടിയിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുകയാണ്, സുധീഷിനോട് ചോദിക്കുകയാണ്, അന്ന് വന്നപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയാൻ. അപ്പോഴത്തേക്കും വന്ന സമയത്ത് ഇങ്ങനെ കാറിൽ ഇവർ 2 പേരും കൂടെ വന്ന സമയത്ത് നിധിയുടെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ മോളെ നിന്നിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റുമെന്നും അതേപോലെ ഷോൾഡറിൽ
കുത്തിപ്പിടിച്ചതും അതുപോലെ ഇവനെ തള്ളി താഴെ ഇട്ടതും നിധിയുടെ അച്ഛനും ചേട്ടനും കൂടെ ഇവനെ അടിച്ചതും എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തത്. അതായത് ഇവനോട് ചോദിക്കുകയാണ്, നീ പണ്ട് ഡ്രൈവറായിരുന്നപ്പോൾ നീ എൻ്റെ കൂടെയൊക്കെ വന്നിരുന്ന് ഈ സോഫയിൽ ഇരിക്കുമായിരുന്നോ, നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നോ, അത്രയ്ക്ക് ധൈര്യം നിനക്ക് ഉണ്ടോടാ എന്ന് ചോദിക്കുന്ന ആ അപമാനിക്കുന്ന കാര്യങ്ങൾ വരെ സുധീഷ് എന്താണ് ഭയങ്കര ചങ്കർപ്പടം നല്ലോണം സംഭവിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിധിയോട് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേട്ടിട്ട് നിധിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും മോളെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മോളിങ്ങനെ അച്ഛൻ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നിധി ഒറ്റയടിക്ക് കൈതട്ടി മാറ്റിയിട്ട് പറയും, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ അച്ഛാന്ന് വിളിക്കാൻ വരെ എനിക്ക് ലജ്ജ തോന്നുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ കാണിക്കുമായിരുന്നോ, എന്തുവാ സുധീഷിനെ കൊല്ലാൻ നോക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് തന്നെയല്ല സുഭാഷ് ചേട്ടൻ അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളവിടെ വന്ന് ഒരു ദിവസം താമസിക്കുകയും ഇങ്ങനെ സ്നേഹം കാണിച്ചപ്പോൾ ഞാനോർത്ത് നിങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ അതുകൊണ്ടാണ് എൻ്റെ അനിയനെ പറഞ്ഞു വിട്ടത്, നിങ്ങളെ ഞാൻ പെട്ടെന്നൊന്ന് വിശ്വസിച്ച് പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു വിട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് അറിഞ്ഞിരുന്നാൽ ഒരിക്കലും ഞാൻ നിധിയെയും സുധീഷിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ല എന്നൊക്കെ സുഭാഷ് ചേട്ടനും അവിടെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ നിധി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണോ, എനിക്ക് നിങ്ങളെ അച്ഛാന്ന് വിളിക്കാൻ ലജ്ജ തോന്നുന്നു, നിങ്ങളെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നതിൽ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു എന്നൊക്കെ വരെ നിധി ഭയങ്കര അടിപൊളിയായിട്ട്, അതായത് സുധീഷിൻ്റെ കൂടെ നിന്ന് ഇവർക്കെതിരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഉടനെ പറയുന്നുണ്ട് ഇങ്ങനെ, അതായത് അച്ഛൻ എന്ത് ചെയ്താലും അത് നിൻ്റെ നല്ലതിന് വേണ്ടിയാണ്, നിനക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ്, നിൻ്റെ നല്ലത് കരുതി മാത്രമാണ് അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഒട്ട് തന്നെ പെട്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം കാലിന് വയ്യെന്നല്ലായിരുന്നോ പറഞ്ഞത്, കാലിന് വയ്യാത്തത് കൊണ്ടാണ് സുധീഷിനെ സ്വർണം കൊടുക്കാൻ പറഞ്ഞു വിട്ടേന്നല്ലേ പറഞ്ഞത്, എന്ന് പിന്നെ ഇപ്പം എന്താ പെട്ടെന്ന് കാലിന് വയ്യായിക മാറിയോ, എന്നെ വന്ന് പിടിച്ച് പൊക്കത്തോട്ട് കൊണ്ടുപോകാൻ നേരത്ത് കാലിൻ്റെ വയ്യായികയൊന്നും ഞാൻ കണ്ടില്ലല്ലോ, ഇത്രയും ദിവസം ഞൊണ്ടിയല്ലേ നടന്നത് എന്ന് ഭയങ്കര മാസമായിട്ട് നിധി ചോദിക്കുമ്പോഴത്തേക്ക് ഉത്തരം മുട്ടി ഇങ്ങനെ ഒരുമാതിരി ചമ്മി നാറി നിൽക്കുന്ന അരുണ്ട ഫേസ് നമുക്ക് അവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ നിധി ഇങ്ങനെ പറഞ്ഞിട്ട് നിധി പറയുമ്പോഴത്തേക്കും അച്ഛനെ പറയും, ഇതിന് നീ അനുഭവിക്കേണ്ടി വരും, നീ ഇതിന് ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ കാണിക്കുന്നതിന്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറയും, എന്തായാലും ഇവിടെ നിൽക്കുന്നതിൽ 10 ഇരട്ടി സന്തോഷം എനിക്ക് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ കിട്ടും, ഇവിടത്തേക്കാളും ഞാൻ ഹാപ്പി ആയിരിക്കും, എന്ത് വന്നാലും ഞാനത് ഫേസ് ചെയ്യാനായിട്ട് റെഡിയാണെന്ന് പറഞ്ഞിട്ട് നിധി പൊക്കത്തോയി ബാഗ് എടുത്തുകൊണ്ട് വന്ന് സുധീഷിൻ്റെ കൂടെ ഇറങ്ങും. അപ്പോഴത്തേക്കും നികേഷ് അണ്ണ പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ തെളിവുമുണ്ട്, പിന്നെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഞങ്ങൾ സുധീഷ് ചേട്ടനെ കൊല്ലാൻ നോക്കി, അപ്പോഴത്തേക്കും ലീഗലി മൂവ് ചെയ്യണം ഏട്ടത്തി എന്ന് പറയുമ്പോഴത്തേക്കും നിധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പുറത്തോട്ട് വരുവാണ്. പിന്നെ എന്ന് പറയുന്നത് പിന്നെയാണ് മക്കളെ ഒരു കിണ്ണ സീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടുള്ളൊരു സീനാണ് അത് കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഇവർ പുറത്ത് പോയി നിന്ന് കഴിയുമ്പോഴത്തേക്കും പറയും, എങ്കിൽ നമുക്ക് പോകാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ സോറി, ആദ്യം സുധീഷിനോടാണ് പറയുന്നത്, സോറി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയാണെന്നൊന്നും. എന്നിട്ട് സുഭാഷ് ചേട്ടനോട് സോറി പറയുന്നുണ്ട്. നിധിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി, അതായത് ഇവരെ ഇങ്ങനെ ഇതാക്കേണ്ടി വന്നതിൽ, ഇവരിങ്ങനെ അപമാനിച്ചതിൽ, സുധീഷിനെ അപമാനിച്ചതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്, അത്രയും സങ്കടം നിധിയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അപ്പോഴത്തേക്കും അപ്പോഴാണ് സുധീഷ് പറയണത്, ഒരു കാര്യം കൂടി എനിക്ക് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ പുറത്തിറങ്ങിയിരിക്കുക. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, നമുക്ക് പോകാം, ഇവിടെ നിൽക്കുന്ന ഇനി അത്ര ഇതല്ല എന്ന് പറയും. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, അത് തന്നെ ഈ വീടിൻ്റെ മൂഡ് സെറ്റല്ല, ഇവരുടെ ഒരു വൈബേ ഇല്ല, ഒരുമാതിരി ഒരു ബാഡ് ഫീലിംഗ് ആണ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് പറയും, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അതോട്ട് പോകും. അപ്പോഴത്തേക്കും സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്തിനാണ് ഇനി അങ്ങോട്ട് പോകുന്നത്, വേണ്ട പോകണ്ട പോരെന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും, എന്തായാലും പോയി തീർത്തിട്ട് വരട്ടെ ചേട്ടാ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തിട്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ സുധീഷ് അകത്തോട്ട് പോകും. അവിടെയാണ് ഒരു ഗംഭീര സീൻ എന്ന് വെച്ചാൽ അത്ര അടിപൊളി സീനാണ്. സുധീഷ് അകത്തോട്ട് എന്നിട്ട് അരുണോട് ചോദിക്കും, നീ അല്ലേടാ അന്ന് എന്നെ മുഖംമൂടിയിട്ട് തല്ലിയത്, നീ പറഞ്ഞിട്ടല്ലേടാ അവന്മാരെന്നെ തല്ലിയത്, അതിൻ്റെ പലിശയെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ലെന്ന് പറഞ്ഞ് ഒരു ഗംഭീര അടി അരുണിട്ട് കൂട്ടിക്കും. അപ്പോൾ അരുണിൻ്റെ ഫേസ് കാണണം, ആ അമ്മയുടെ അച്ഛൻ്റെ ഭാര്യയുടെ മുന്നിട്ട് അരുണ് നല്ല പൊതുക്കും. ആ ഒരു അടി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ രാജീവാണെങ്കിൽ ഇങ്ങനെ ഡാ അവിടെ നോക്കടാ, എൻ്റെ മോനെ എൻ്റെ മുന്നിട്ട് അടിക്കണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എൻ്റെ ദൈവമേ. അപ്പോൾ സുധീഷ് ചോദിക്കും, മിണ്ടാണ്ടിരുന്നോണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കൈ ചൂണ്ടി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചോദിക്കും.
അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെയും കൊടുക്കും. ഒരു 5-8 അടി അരുണിട്ട് കിട്ടും. എന്നാ ഗംഭീര സീനാണെന്നറിയാം. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിലുണ്ടല്ലോ അത് TV തന്നെ കാണാം. അത്ര ക്ലാസിക് സീനായിട്ട് അത്ര അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയാമോ കാണാനായിട്ട്, അത്ര മാസമായിട്ട്. അത് ആ TV കാണുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങളൊന്ന് കണ്ടോ കേട്ടോ. ഒരു നല്ല ഗംഭീര സീനാണ് ഇന്നത്തെ എപ്പിസോഡിനകത്തുണ്ട്. അങ്ങനെ കുറേ അടി കൊടുക്കും. എന്നിട്ട് അടി കൊടുത്തിട്ട് ഒരെണ്ണ രാജീവിട്ട് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ തല്ലാത്തത് നിധിയുടെ അച്ഛനാണെന്ന് ഓർത്തിട്ടൊന്നുമല്ല, നിങ്ങൾ എന്നേക്കാൾ പ്രായത്തിന് മൂത്തതാണെന്ന് കരുതി മാത്രമാണ് അടിക്കാതിരിക്കണം. അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ അവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് കത്തിച്ചെന്ന് പറഞ്ഞ് അന്നില്ലേ നിങ്ങളുടെ ഈ മൊട്ടത്തല പഞ്ചറാക്കി വിട്ടേനെന്ന് ഒരു മാസ് ഡയലോഗും പറഞ്ഞ് നല്ല BGM ഒക്കെ ഇട്ട് ഇവർ പുറത്തോട്ട് വരും. പുറത്തോട്ട് വന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. സുധീഷ് എന്ന് പറയുന്നുണ്ട്, ആ കാറുണ്ടല്ലോ, ഈ കാറിലല്ലേ നിങ്ങൾ എന്നെ ഇത്രയും ദിവസം പൂട്ടിയിട്ട്, ഈ കാറ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. പറ്റുമെങ്കിൽ ഒരു ഡ്രൈവറെ വിട്ട് വേണമെങ്കിൽ എടുത്തോളാം. ഇങ്ങനൊരു മാസ് ഡയലോഗും വെച്ച് കാച്ചിട്ടാണ് സുധീഷ് പുറത്തോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് സുഭാഷ് ചേട്ടനോട് വരുമ്പോൾ ചോദിക്കും, നീ അവിടെ പോയി അടിയിട്ടോടാ. ഇല്ല സുഭാഷ് ചേട്ടാ, ഞാൻ അടിയൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പറഞ്ഞതേ ഈ കാറുണ്ടല്ലോ അവർ വേണമെങ്കിൽ വീട്ടിൽ വന്ന് എടുത്തോട്ടെ, എന്താ അവരെന്നെ ഇത്രയും ചെയ്തതല്ലേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയും. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്കും നിധിയും പറയും, അത് ശരിയാ. അപ്പം നിധിയെ സുധീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയും, അത് ശരിയാ, ഒന്നുമില്ലെങ്കിൽ സുധീഷിനെ ഇത്രയും ചെയ്തതല്ലേ, കാർ വേണമെങ്കിൽ അവർ ഡ്രൈവറിനെ വിട്ട് അവിടെ വന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വണ്ടിയിരുന്ന് യാത്ര ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്കും നികേഷും സുഭാഷ് ചേട്ടനും കൂടെ എന്ത് ചെയ്യും, സുഭാഷ് ചേട്ടന് കാറിൽ തന്നെ വരികയാണ്. അപ്പോഴത്തേക്കും നിധിയും സുധീഷും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ഇവർ രണ്ടും ബാക്കിലാണ്. നികേഷ് ഉറങ്ങി. അപ്പോൾ സുഭാഷ് ചേട്ടൻ ചോദിക്കും, നിങ്ങളെന്താ മിണ്ടാണ്ടിരിക്കണേന്ന്. നിധിയുടെ മുഖത്ത് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതായത് എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു, അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കാം, എന്താ നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ നിധി പറയും, എനിക്കെന്തോ ഭയങ്കര സങ്കടമായി, സോറി സുഭാഷ് ചേട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ഒന്നും എന്ന് പറയും. അച്ഛൻ എന്നെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ പ്രതികാരം ചെയ്യാനാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ലായിരുന്നു സുഭാഷ് ചേട്ടാ, സോറി എന്നിങ്ങനെ കുറേ വട്ടം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരിക്കിട്ട് ആ വിഷമം മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പം കരയും എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും സുഭാഷ് ചേട്ടൻ പറയും, ഞങ്ങൾക്ക് അറിയില്ലേ മോളെ, നീ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന്, നീ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, നീ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ലേ മോളെ, നീ വിഷമിക്കേണ്ട കാര്യമില്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ സുധീഷും പറയുന്നുണ്ട്, അതൊന്നും സാരിയില്ല നിധി, എനിക്കറിയത്തില്ലേ താൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ആ ഒരു സീനിൽ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് തിരിച്ചവർ ഡ്രൈവറിനെ വിട്ട് ആ കാർ എടുത്തുകൊണ്ട് പോകുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഭയങ്കര ചമ്മി നാറിയാണ് ഇന്ന് നിധിയുടെ അച്ഛനാണെങ്കിലും അരുണാണെങ്കിലും ഇരിക്കുന്നത്. ഒരു കിണ്ണൻ എപ്പിസോഡായിരുന്നു. പറ്റുവാണെങ്കിൽ നിങ്ങൾ TV തന്നെ കാണുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.